എന്തുകൊണ്ടാണ് നമ്മൾ ഡി സി ഉപയോഗിക്കാത്തത്? ഡി സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഊർജ്ജ നഷ്ടം ഉണ്ടാവും. കണ്ടക്ടറിന്റെ സൈസ് നമുക്ക് ഈ പറയേണ്ട രീതിയിൽ കൂട്ടേണ്ടി വരും. അതേപോലെ ലെങ്തിനനുസരിച്ച് റെസിസ്റ്റൻസിന് വേരിയേഷൻ സംഭവിക്കും. ഇതെല്ലാം നമുക്കുണ്ടാവുന്ന ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. സോ the use of DC is limited to a few applications. Example, charging of batteries, electroplating, electric tractions, etc. ഹായ് ഫ്രണ്ട്സ്, i+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഭാഗം എന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിൻ്റെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം, PSCയിൽ കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പ് നടന്ന ഒരു എക്സാമാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ. ഏകദേശം ഒരു 10-80ഓളം അഡ്വൈസ് പോയിട്ടുള്ള ഒരു എക്സാമാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ. വളരെ എളുപ്പത്തിൽ, അതായത് നമുക്ക് എങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് ഈ ഒരു കോഴ്സിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലാസ്സിലൂടെ നമുക്ക് എങ്ങനെ ഈ ഒരു ജോലി നമുക്ക് കരസ്ഥമാക്കാം എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആണെങ്കിലും ഇനി വരാൻ പോകുന്ന സബ് എഞ്ചിനീയർ ആണെങ്കിലും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് നമുക്ക് എങ്ങനെ ഈ ഒരു ജോലി ഉറപ്പിക്കാം, ആ ജോലി ഉറപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കണം. അപ്പോൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണണം. അതേപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ലിസ്റ്റിൽ കടന്നുകൂടി നമുക്ക് ഈ പറയുന്ന ജോലി കരസ്ഥമാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന കോഴ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഭാഗം എന്ന് പറയുന്നത് AC സിസ്റ്റമാണ്. ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ എക്സാമിന് ഏകദേശം 10 മാർക്കിനോളം, അതായത് 10 മാർക്കിനോളമാണ് നമ്മൾ ഈ പറയുന്ന AC സിസ്റ്റം എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. 10 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്ന പാഠത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന AC എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ പഠിക്കുന്നതിൽ ആദ്യ കാര്യം എന്ന് പറഞ്ഞാൽ ജനറേഷൻ ഓഫ് AC വോൾട്ടേജ്. എങ്ങനെയാണ് AC ജനറേറ്റ് ചെയ്യുന്നത്, AC-യുടെ ബേസിക് ടെർമിനോളജീസ്, അതായത് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, സൈക്കിൾ, ടൈം പീരീഡ്, ആവറേജ് വാല്യൂ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, RMS വാല്യൂ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ എന്നിവ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം. അതായത് AC നമ്മൾ എടുക്കുകയാണെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ ടെർമിനോളജി ടേംസ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ടേമുകളെല്ലാം തന്നെ എന്താണ്, ഇത് എങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഓരോന്നിനും ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പഠിച്ചെടുക്കാനായിട്ട് കഴിയും. അത് മാത്രമല്ല, AC നമ്മൾ എടുക്കുന്ന കോമ്പോണൻസ് ആയിട്ടുള്ള ഈ പറയുന്ന റെസിസ്റ്റൻസ്, അതേപോലെ തന്നെ ഈ ഇൻഡക്റ്റൻസ്, അതേപോലെ തന്നെ കപ്പാസിറ്റൻസ്, അതേപോലെ തന്നെ ഈ പറയുന്ന സീരീസ് LCR സർക്യൂട്ട്, ഇതിലൂടെയൊക്കെ AC കടന്നു പോകുമ്പോഴുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഓരോ കോമ്പണൻസിലൂടെയും ഈ പറയുന്ന AC കടന്നു പോകുമ്പോഴുള്ള പ്രത്യേകത എന്തൊക്കെയാണ്? പവർ എന്താണ്, പവർ ഫാക്ടർ എന്താണ്? അതേപോലെ തന്നെ ഇതിൽ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന സ്റ്റാർ ഡെൽറ്റ കണക്ഷൻസ് ഇൻ 3 ഫേസ് AC സിസ്റ്റംസ്. ഇത്രയെല്ലാം കൂടെ ചേർത്താണ് 10 മാർക്കിന് നമുക്ക് ഈ പറയുന്ന പാഠഭാഗത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന AC എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇത് പഠിച്ചെടുക്കാനായിട്ട് കഴിയും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഒരു ആവർത്തിയും കൂടെ നമ്മളൊന്ന് ഓടിച്ചൊന്ന് റിവൈസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് AC എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന AC എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന AC-യിലെ ആദ്യ ടോപ്പിക്കായിട്ടുള്ള ജനറേഷൻ ഓഫ് AC എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ജനറേഷൻ ഓഫ് AC. എടാ, AC ഉണ്ട്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ട്, ഈ പറയുന്ന AC ഇത് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? ചുമ്മാ നമുക്ക് കിട്ടുമോ? ഇല്ല. അപ്പൊ ഇത് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നുള്ള കാര്യം, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നമ്മൾ ഈ പറയുന്ന ജലവൈദ്യുത നിലയങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഈ പറയുന്ന ജലവൈദ്യുത നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതി നമ്മളിലേക്ക് ട്രാൻസ്മിഷൻ ലൈനുകൾ വഴി സബ്സ്റ്റേഷനുകളിലേക്ക് എത്തി. അവിടെ നിന്ന് നമ്മൾ ഈ പറയുന്ന വീടുകളിലേക്ക് എല്ലാം എത്തിയാണ് നമ്മളെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ പർപ്പസുകളിലേക്ക് എല്ലാം വൈദ്യുതി ഉപയോഗിക്കുന്നത്. ഇതെല്ലാം AC ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എങ്ങനെയാണ് ഈ AC ജനറേറ്റ് ചെയ്യുന്നത്? ചുമ്മാ AC എന്ന് പറഞ്ഞിട്ട് കഥയുണ്ട്. അത് എങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാം എന്നതിനെ പറ്റി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ,
അപ്പൊ നോക്കണം, ഈ പറയുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ആര്? ആൾട്ടർനേറ്റർ അഥവാ AC ജനറേറ്റർ. അപ്പോൾ AC ജനറേറ്റർ അഥവാ ആൾട്ടർനേറ്റർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? AC ജനറേറ്റ് ചെയ്യുന്നത് അല്ലെ? ഈ പറയുന്ന AC ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു അടിസ്ഥാന തത്വം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ എന്താണ് ഇതിന്റെ അടിസ്ഥാന തത്വം? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് AC ജനറേഷനുമായി ബന്ധപ്പെട്ട AC ജനറേറ്ററിലെ അടിസ്ഥാന തത്വം. ഏതാണ്? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി എന്താണ് ഈ പറയുന്ന ജനറേറ്റർ ചെയ്യുന്നത്? ജനറേറ്റർ എന്താ ചെയ്യുന്നേ? ഈ പറയുന്ന മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. എങ്ങനെയാണ് സംഭവം? വലിയൊരു ഡാം ഉണ്ടായിരിക്കും അല്ലെ? ഒരു വലിയ ഡാം ഉണ്ടായിരിക്കും. ഈ ഡാമിൽ നിന്നും പെൻസ്റ്റോക്ക് പൈപ്പ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന വെള്ളം കൊണ്ടുവരുന്നു. ഈ വെള്ളത്തെ നമ്മൾ എന്തിലേക്ക് കറക്കുന്നു? കൊണ്ടുവരുന്നു ഈ പറയുന്ന ടർബൈനിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ടർബൈൻ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട ആരുണ്ടായിരിക്കും? നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ജനറേറ്റർ ഉണ്ടായിരിക്കും. ഈ പറയുന്ന ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ചെറിയ ജനറേറ്റർ കറങ്ങി ഈ പറയുന്ന ഇലക്ട്രിക്കൽ എനർജി നമുക്ക് എന്ത് ചെയ്യും? കിട്ടും അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? AC പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് AC ജനറേറ്റർ. AC ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഫാരഡേയുടെ ലോ പ്രകാരമാണ്. ഈ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി അവൻ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ the rotation of the coil causes the magnetic flux through it the change, so an EMF is produced in the coil. അപ്പൊ എന്താ പറയുന്നത്? ഈ രണ്ടൊക്കെ ഈ പറഞ്ഞ കാന്തങ്ങൾ ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. സിമ്പിൾ ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഈ പറയുന്ന AC ജനറേറ്ററുകളെ പറ്റിയൊക്കെ. ഇവിടെ ഈ പറയുന്ന നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട് നോക്കടാ. ഇതിനിടയിൽ ആർമേച്ചർ എന്ന് പറയുന്ന കോയിലുണ്ട്. ഇവിടെ നിന്ന് നോർത്തിൽ നിന്നും സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്. ഇവൻ എന്ത് ചെയ്യും? ഇതിനിടയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സ് എന്ത് ചെയ്യും? വ്യതിയാനം സംഭവിക്കുകയും ഫ്ലെക്സിന് വേരിയേഷൻ സംഭവിക്കുകയും ഈ കോയിലിൽ എന്തുണ്ടാവുകയും ചെയ്യും? ഒരു EMF ഉണ്ടാവുകയും ചെയ്യും. കോയിലിൽ ഒരു EMF ഉണ്ടാവുകയും ചെയ്യും. ആ EMF ആണ് നമ്മൾ എടുത്ത് എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്ന EMFനെ നമ്മൾ വെളിയിലേക്ക് എടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ അതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? വൈദ്യുതി ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? ജനറേഷൻ ഓഫ് AC ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് AC നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഫാരഡേയുടെ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. ഈ പറയുന്ന കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായി മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുകയും കോയിലിൽ എന്തുണ്ടാവുകയും ചെയ്യുന്നു? ഒരു EMF ഉണ്ടാവുകയും ചെയ്യുന്നു. കോയിലിൽ എന്തുണ്ടാവുകയും ചെയ്യുന്നു? ഒരു EMF ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്രയാണ് നമുക്ക് അറിയേണ്ട ജനറേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നോക്കണേ, ഈ പറയുന്ന ഫാരഡേയുടെ ലോ പ്രകാരം നമുക്കറിയാം കോയിലിൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഫാരഡേയുടെ ലോ പ്രകാരം EMF E മൈനസ് d∅b/dt ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലെക്സിന് വ്യതിയാനം സംഭവിക്കുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന EMF എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. മൈനസ് d∅b/dt ഈ പറയുന്ന ഫ്ലെക്സിന് വ്യതിയാനം സംഭവിക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? EMF സംജാതമാകുന്നത്. അപ്പൊ ഫാരഡേ ലോ പ്രകാരം ഫ്ലെക്സിന് വ്യതിയാനം സംഭവിക്കുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നടാ? അവിടെ ഒരു EMF ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന EMF അല്ലെങ്കിൽ ഈ പറയുന്ന കോയിലിൽ n നമ്പർ ഓഫ് ടേൺസുകൾ ഉണ്ടെങ്കിൽ, എത്ര ടേണുകൾ ഉണ്ടെങ്കിൽ? n നമ്പർ ഓഫ് ടേണുകൾ ഉണ്ടെങ്കിൽ, ഒരു ടേൺ അല്ല n നമ്പർ ഓഫ് ടേണുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാകുന്ന EMFന്റെ അളവ്, ആ EMF എത്രയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് E0 sin ωt എന്ന് പറയുന്ന സമവാക്യം. അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് E0 sin ωt. E0 sin ωt എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. E0 sin ωt
എങ്ങനെയാണ് കിട്ടുന്നത്? ഈ പറയുന്ന ഇക്വേഷനോട്ട് നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂസ് ഇട്ട് കൊടുക്കണം. ഏത് വാല്യൂസ് ഇട്ട് കൊടുക്കണം? നമുക്കറിയാം -d∅/dt എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഫൈ എന്ന് പറയുന്ന ഫ്ലെക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ഫൈ എന്ന് പറയുന്ന ഫ്ലെക്സിന് പകരം BA cos θ കൊടുക്കണം, അല്ലെങ്കിൽ BA cos ωt കൊടുക്കണം. അതിനെ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് E = E0 sin ωt. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? E = EM sin ωt എന്നും എഴുതാം. EM sin ωt എന്നും എഴുതാം. ഇനി ഇവിടെ നോക്കൂ, ഈ പറയുന്ന E0 അല്ലെങ്കിൽ EM എന്ന് പറയുന്നത് NBA ഒമേഗയാണ്. എന്താണ് NBA ഒമേഗ എന്ന് പറഞ്ഞാൽ? ഇവിടുത്തെ കോൺസ്റ്റന്റ്, നമ്പർ ഓഫ് ടേൺസ്, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്, ഈ പറയുന്ന കോയിലിന്റെ ഏരിയ, ഒമേഗ എന്ന് പറയുന്ന ആംഗുലാർ വെലോസിറ്റി, ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് ഈ പറയുന്ന E0 അഥവാ EM എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും വാല്യൂസ് ആണ് EM എന്ന് എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് കാൾഡ് മാക്സിമം വാല്യൂ ഓഫ് ദ EMF. അതിന് എന്ത് പേരിട്ട് വിളിക്കാടാ? മാക്സിമം വാല്യൂ ഓഫ് EMF എന്ന് പറയാം, അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്? ഒന്നും കൂടെ പറയടാ. നമ്മൾ പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണ്? ഈ ഫാരഡേയുടെ ലോ പ്രകാരം ഇവിടെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ, ഫാരഡേ ലോ പ്രകാരമുള്ള ഇക്വേഷൻ -d∅/dt ആണ്. അവിടെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ -n d∅b നമുക്ക് എന്താ എഴുതാടാ? dt എന്ന് എഴുതാം. -n d∅b/dt എന്ന് എഴുതാം. അവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ϕb ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിൽ -d/dt ഓഫ് നമുക്ക് എന്ത് കൊടുക്കുക? BA cos ωt കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് E = E0 sin ωt. അല്ലെങ്കിൽ നമുക്ക് എന്താ എഴുതാടാ? E = EM sin ωt. അതിൽ EM എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് EMF ആണ്. അതിന്റെ ഉത്തരമാണ് എഴുതിയിരിക്കുന്നത് NBA ഒമേഗ. എന്താ എഴുതിയിരിക്കുന്നത്? NBA ഒമേഗ, അല്ലെ? ഒമേഗ എന്ന് പറഞ്ഞത് അവിടെ എഴുതിയിട്ടുണ്ട്. ഒമേഗ = 2πν എന്നുള്ള 2πf നമുക്കറിയാം. ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ വെലോസിറ്റിയെ നമ്മൾ ഒമേഗ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്, അല്ലെ? നമുക്കറിയാം ഒമേഗ, നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2π/t ആണ്. 1/t എന്ന് പറയുന്നത് f ആണ്. അപ്പൊ ഒമേഗ = 2πf അല്ലെങ്കിൽ 2πν നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. നമ്മൾ അങ്ങോട്ട് പഠിക്കും. AC-യുടെ ടെർമിനോളജി നമ്മൾ ഇത്രയും പഠിക്കും, അല്ലെ? ഇനി where nu is the frequency of the revolution of the generators of the coil. ഒരു കോയിൽ എത്ര തവണ കറങ്ങുന്നു എന്ന് സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ആരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന nu അഥവാ f എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് നമ്മൾ ഈ എടുത്തിരിക്കുന്ന ജനറേഷൻ ഓഫ് AC-യിൽ എന്താണ് AC ജനറേറ്റർ എന്ന് പറയുന്നത്? AC ജനറേറ്ററിന്റെ അടിസ്ഥാന തത്വം എന്താണ്? അത് എന്ത് എനർജിയാക്കി മാറ്റുന്നു എന്നുള്ള കാര്യം, പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് അവിടെ ഉണ്ടാകുന്ന EMF, അതായത് EMF എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യം. ഇത് റൊട്ടേഷൻ ഓഫ് ദ കോയിൽ കോസസ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ഇറ്റ് ടു ചേഞ്ച് ദ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുമ്പോൾ കോയിലിൽ എന്തുണ്ടാകുന്നു? EMF ഉണ്ടാകുന്നു. EMF ഉണ്ടാകുന്നു എന്നുള്ള കാര്യം. അത് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഈ പറഞ്ഞിരിക്കുന്ന ഫാരഡേയുടെ ലോ പ്രകാരം നമ്മൾ ഇതാ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ E = -n d∅b/dt എന്ന് എഴുതുമ്പോൾ അവിടെ നിന്നും നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് E = EM sin ωt. അല്ലെങ്കിൽ E0 sin ωt. നമുക്ക് ഇങ്ങനെ എഴുതാം. E = EM sin ωt എന്ന് നമുക്ക് എഴുതാം. EM-നെ വിളിക്കുന്ന പേരെന്താടാ? മാക്സിമം വാല്യൂ ഓഫ് EMF എന്നാണ് പറയുന്നത്. ഇനി ഒമേഗ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒമേഗ എന്ന് പറയുന്നത് എന്താടാ? 2πν അല്ലെങ്കിൽ 2πf ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാടാ? 2πf എന്ന് പറയുന്നതും എന്താടാ? ഒമേഗയാണ്. 2πf എന്ന് പറയുന്നത് ഒമേഗയാണ്.
ഒമേഗ സമം നമുക്ക് എഴുതാം 2πf എന്ന് നമുക്ക് എഴുതാം 2πf എന്നും എഴുതാം. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീക്വൻസി ആണ് ന്യൂ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ദ ജനറേറ്റേഴ്സ് ഓഫ് ദ കോയിൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഇനി എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന AC ഉണ്ടാകുന്നുള്ള കാര്യം നോക്കൂ. ഈ ഒരു ഗ്രാഫ് ഒന്ന് നോക്കിക്കേ എല്ലാവരും. ഈ ഗ്രാഫ് ഒന്ന് നോക്കിക്കേടാ. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഗ്രാഫാണ് അല്ലെ. ഇത് ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ചേഞ്ചസ് പീരിയോഡിക്കലി ആൻഡ് therefore the current is called alternating current. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇവിടത്തെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു? പീരിയോഡിക്കലി എന്ത് ചെയ്തിരിക്കുന്നു? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവർ എന്ത് പേരിട്ട് വിളിച്ചത്? ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിച്ചത് അല്ലെ. ആൾട്ടർനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഓരോ നിമിഷവും അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്റ്റഡി ആയിട്ടല്ലല്ലോ പോകുന്നേ. ആദ്യം പോയി കറങ്ങി വന്നു, വീണ്ടും താഴോട്ടൊക്കെയായി, അവിടെ നിന്ന് വീണ്ടും മേലോട്ട് ഇരുന്നുകൊണ്ട് ഈ ഗ്രാഫ് നോക്കിക്കേ. ആദ്യം ഇവിടെ നിന്ന് 0 സ്റ്റാർട്ട് ചെയ്തതാ, ഇങ്ങനെ വന്ന് ഇവിടെ എത്തി, വീണ്ടും അവിടെ നിന്ന് നേരെ താഴെ പോയി വീണ്ടും ഇവിടെ 0ലേക്ക് എത്തുന്നു. വീണ്ടും അടുത്ത സൈക്കിൾ എന്ത് ചെയ്യുന്നു? ഇതേപോലെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഇറ്റ് ഈസ് കാൾഡ് പീരിയോഡിക് ആയിട്ട് നടക്കുന്ന മോഷൻ, അല്ലെങ്കിൽ പീരിയോഡിക് ആയിട്ട് ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പീരിയോഡിക് ആയിട്ടുള്ള ചേഞ്ച് ഇങ്ങനെ നടക്കുമ്പോൾ എന്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു? ഈ പറയുന്ന AC പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കൂ. ഈ രണ്ട് പോളുകൾക്കിടയ്ക്ക് നമ്മുടെ കോയിലുണ്ട്. കോയിൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളെ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ആർമേച്ചർ കോയിൽ നിൽക്കുന്നു. അവിടെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അടുത്ത തവണ ഒരു 90 ഡിഗ്രി ഒന്ന് തിരിയുന്ന സമയത്ത് എന്ത് സംഭവിച്ചിരിക്കുന്നു? അവിടെ ഒരു മാക്സിമം EMF ഉണ്ടായി. വീണ്ടും പെർപെൻഡിക്കുലർ ആയിട്ട് മാറുന്നു. അവിടെ EMF ഉണ്ടാകുന്നില്ല. വീണ്ടും ഒന്നും കൂടെ തിരിയുന്നതാണ്ട് ഈ പറഞ്ഞിരിക്കുന്ന റിവേഴ്സ്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകുന്നു. വീണ്ടും തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് വീണ്ടും 0ലേക്ക് മാറുന്നു. വീണ്ടും അത് കറങ്ങി വീണ്ടും പെർപെൻഡിക്കുലർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കൂടെ നോക്കാം. ആദ്യം 0ലായിരുന്നേ. ഈ പറഞ്ഞിരിക്കുന്ന 0ലായിരിക്കുന്ന സമയത്ത് അവിടെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ബേസിക് ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് എന്താണ്? E സമം EM സൈൻ ഒമേഗ ടി എന്നല്ലേ പറഞ്ഞേ? E സമം EM സൈൻ ഒമേഗ ടി എന്നല്ലേ പറഞ്ഞേ? ആദ്യം നോക്കണേ. ഈ പറഞ്ഞിരിക്കുന്ന ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ ആണ്. ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ ആണ്. എങ്ങനെയാ കിട്ടുന്നേ? ഒമേഗ എന്ന് പറഞ്ഞാൽ θ/t ആണ്. അങ്ങനെയെങ്കിൽ θ സമം നമുക്കറിയാം എന്താണ്? ഒമേഗ ടി നമുക്ക് എഴുതാം. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ആംഗിൾ ആണ് ഒമേഗ ടി എന്ന് പറയുന്നത്. ആദ്യം 0 ഡിഗ്രി നോക്കൂ. 0ല് സൈൻ 0 അല്ലേ? സൈൻ 0 അല്ലേ? അപ്പൊ ഇവിടെ വല്ലതും ഉണ്ടാകോ? ഒന്നും ഉണ്ടാവില്ല. ശരിയല്ലേ? ആദ്യം നമുക്ക് നോക്കണേ. ആദ്യം ഈ പറയുന്ന രീതിയിൽ ആദ്യം 0 ഡിഗ്രിയിൽ നോക്കാം. 0 ഡിഗ്രിയിൽ എത്രയാണ് വരുന്നത്? 0 തന്നെയാണ് വരുന്നത്. അടുത്തതിൽ എന്തുണ്ടാകുന്നു? ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിൽ ഈ സമം EM സൈൻ ഒമേഗ ടി. ഒമേഗ ടി എന്ന് വെച്ചാൽ സൈൻ 90 ആണ്. സൈൻ 90 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? EM എന്ന് കിട്ടും അല്ലെ? അടുത്തത് എന്താണ് വരുന്നത്? 180 ആണ്. 180ൽ EMF ഉണ്ടാകുമോ? സൈൻ 180 0 ആണ്. അവിടെ ഇല്ല, വാല്യൂ 0. അടുത്ത എത്രയാണ് വരുന്നത്? സൈൻ 270 ആ വരുന്നത്. അപ്പൊ സൈൻ 270 വരുന്ന സമയത്ത് -1, അപ്പൊ -EM എന്ന് കിട്ടും. അടുത്തത് 360 വരുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ എന്തായി പോവും? 0 ആയി പോവും. അപ്പോൾ ഇവിടെ നോക്കണേ. ആദ്യം ഈ എഴുതിയിരിക്കുന്നതില് ആദ്യം സൈൻ 0 ഒരു EMF-ഉം ഇല്ല. അടുത്തത് ഈ പറഞ്ഞിരിക്കുന്ന 90 ആകുമ്പോൾ മാക്സിമം വാല്യൂ കിട്ടി. വീണ്ടും 180 0ലാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തത് നോക്കട്ടെ. ഈ പറഞ്ഞിരിക്കുന്ന 270 അഥവാ 3T/4 അല്ലെങ്കിൽ 3π/4 എന്ന് എഴുതാം. അപ്പൊ ഈ പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് കിട്ടും? -EM എന്നാ കിട്ടുന്നത്. അത് കഴിഞ്ഞ് അടുത്തയിലേക്ക് വരുന്ന 360 ആണ്. 360 ഡിഗ്രിയിൽ 2π വരുന്ന സമയത്ത് 2π റേഡിയനിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ വീണ്ടും 0 ആകുന്നു. അപ്പൊ നോക്കൂ, ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ആദ്യം 0ല് 0, 90ല് മാക്സിമം വാല്യൂ, 180ല് വീണ്ടും 0, 270ൽ എത്തിയപ്പോൾ വീണ്ടും മാക്സിമം ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അവിടെ നിന്ന് വീണ്ടും 360ൽ എത്തിയപ്പോൾ 0 ആയി മാറി. അപ്പോ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന E സമം EM സൈൻ ഒമേഗ ടി വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ആൾട്ടർനേറ്റിംഗ് നേച്ചറിലുള്ള ഈ പറയുന്ന വൈദ്യുതി കിട്ടിയെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ചേഞ്ചസ് പീരിയോഡിക്കലി ആൻഡ് therefore ദ കറണ്ട് ഈസ് കാൾഡ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ചേഞ്ചസ് പീരിയോഡിക്കലി
പീരിയോഡിക്കൽ എന്ന് വെച്ചാൽ ഒന്ന് മാറി വീണ്ടും വരുന്നു, വീണ്ടും കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും വരുന്നു, അതാണ് പീരിയോഡിക് ആയിട്ടുള്ള ഒരു മോഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പീരിയോഡിക്കലി ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറുന്നത് കൊണ്ടാണ് അവൻ എന്ത് പേരിട്ട് വിളിച്ചത്? ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പേരിട്ട് വിളിച്ചത്. ശരിയല്ലേ? അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ എങ്ങനെ AC-യിൽ എങ്ങനെയാണ് AC ഉണ്ടായത്? AC ഉണ്ടായതിന്റെ ഗ്രാഫാണ് ആയി കൊടുത്തിരിക്കുന്നത്. അതിൽ എങ്ങനെയാണ് AC ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. എങ്ങനെയാണ് കണ്ടത്? ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ആംഗിളും നമ്മൾ ഇട്ടുകൊടുത്തു, ഈ വാല്യൂയിലോട്ട് ഇട്ടുകൊടുത്ത സമയത്ത് നമുക്ക് കിട്ടി sin 0, sin 90, sin 180, sin 270, sin 360. ഈ സമയത്തൊക്കെ നമുക്ക് കിട്ടിയ വാല്യൂസ് നമ്മൾ രേഖപ്പെടുത്തി നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോ നമുക്ക് ഇതുപോലെ കിട്ടി. ഇതാണ് AC. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണ്? എന്താണ് ജനറേറ്റർ? ഈ ജനറേറ്ററിൽ എങ്ങനെയാണ് AC ആക്കി മാറ്റുന്നത് എന്നുള്ള കാര്യം, അഥവാ ഇലക്ട്രിക്കൽ എനർജി എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം, അവിടെ നിന്ന് കിട്ടുന്ന ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ എന്താണ്, ഫാരഡേ ലോ പ്രകാരം നമുക്ക് കിട്ടിയത്, അവിടെ നിന്ന് എങ്ങനെ AC ആയി മാറി, വ്യക്തമായി മനസ്സിലായില്ലേ? അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റിയില്ലേ? ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ. ഇനി നമുക്ക് അടുത്തറിയേണ്ട കാര്യം നോക്കണേ. എന്തിനാണ് ഈ പറഞ്ഞിരിക്കുന്ന സൈൻ വേവ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്? എന്തിനാണ് സൈൻ വേവ് ഉപയോഗിക്കുന്നത്? വൈ സൈൻ വേവ്? എന്തിനാണ് സൈൻ വേവ് ഉപയോഗിക്കുന്നത്? നമുക്ക് നേരത്തെ കിട്ടി. ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഈ പറയുന്ന നേച്ചറിലുള്ള വേവ് ആണ് കിട്ടിയത്, സൈൻ വേവ് ആണ് കിട്ടിയത് അല്ലെ. സൈൻ വേവ് ആണ് കിട്ടിയത്. എന്തുകൊണ്ട് സൈൻ വേവ് തന്നെ കിട്ടുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു നോക്കാം. The sine waveform produces the least disturbances. Important point. Least disturbances in the electric circuit and is the smoothest and efficient waveform. അപ്പൊ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കുകയാണ്, ഈ പറഞ്ഞിരിക്കുന്ന സൈൻ വേവ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, the sine waveform produces least disturbances in the electric circuit and smoothest and efficient waveform. അപ്പോൾ വളരെ സ്മൂത്തസ്റ്റ് ആണ്, എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വേവ് ഫോം ആണ്. അത് മാത്രമല്ല ലീസ്റ്റ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇത് മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ് കണക്റ്റഡ് വിത്ത് ആൾട്ടർനേറ്റിംഗ് കറന്റ് വർക്ക് ആർ മച്ച് സിംപ്ലർ വിത്ത് ദിസ് വേവ് ഫോം. അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഈ പറഞ്ഞിരിക്കുന്ന സൈൻ വേവ് ഫോമുമായി ബന്ധപ്പെട്ടുള്ള മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ്, ഇപ്പൊ ഡിഫറൻസിയേഷൻ ആയാലും ശരി, ഇന്റഗ്രേഷൻ ആയാലും ശരി, മറ്റെന്താ ഈ പറഞ്ഞിരിക്കുന്ന മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ ആയാലും ശരി, വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യുവാനായിട്ട് കഴിയും. അത് രണ്ടാമത്തെ പോയിന്റ്. അത് മാത്രമല്ല ഫൊറിയർ സീരീസ് അനാലിസിസ് നടത്തുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് വാട്ട് എവർ വേവ് ഫോം ഇൻ ടേംസ് ഓഫ് സൈനുസോയിഡ്, അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നമുക്കുള്ളതാണ് ഈ പറയുന്ന ഫൊറിയർ സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അത് അനാലിസിസ് നടത്തുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന കിട്ടുന്ന സൈനസോയിഡൽ വേവ്സിന്റെ രൂപത്തിലാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും, അനലൈസ് ചെയ്യാനായിട്ട് കഴിയും. ഇതും എന്തിന്റെ ഒരു ഗുണമാണ്? സൈൻ വേവിന്റെ ഒരു ഗുണമാണ് അല്ലെ. അപ്പൊ സൈൻ വേവ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാം? ലീസ്റ്റ് ഡിസ്റ്റർബൻസ് ആണ് ഉണ്ടാക്കുന്നത്, മാത്രമല്ല സ്മൂത്തസ്റ്റ് ആൻഡ് എഫിഷ്യന്റ് വേവ് ഫോം ആണ്, മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും, അതേപോലെ തന്നെ ഫൊറിയർ സീരീസ് അനാലിസിസ് നടത്തുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പീരിയോഡിക് ഫങ്ഷൻസ് എല്ലാം തന്നെ സൈനസോയിഡൽ വേവിന്റെ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന സൈൻ വേവ് ഉപയോഗിക്കുവാനുള്ള കാരണം. ആരുപയോഗിക്കാനുള്ള കാരണം? സൈൻ വേവ് ഉപയോഗിക്കുവാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പർപ്പസിനെല്ലാം തന്നെ ഈ പറയുന്ന DC എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? എടാ നമ്മൾ നേരത്തെ കിട്ടിയത് AC ആണ്. നമുക്കറിയാം നമുക്ക് DC ഉണ്ടെന്നുള്ള കാര്യം, ഡയറക്റ്റ് കറണ്ട് ആണ് DC അല്ലെ. നമ്മുടെ ബാറ്ററി, സെൽസ്, DC ജനറേറ്റർ, റെക്ടിഫയർ, ഇങ്ങനെ എല്ലാ പർപ്പസിനും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന DC ഔട്ട്പുട്ട് പല പർപ്പസിന് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വീടുകളിലോ അല്ലെങ്കിൽ മറ്റ് പർപ്പസുകൾക്കോ DC എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? അതെന്താണ് കാരണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇത് യൂസ് ഓഫ് DC ഈസ് ലിമിറ്റഡ് ടു എ ഫ്യൂ ആപ്ലിക്കേഷൻസ്. എക്സാമ്പിൾ ചാർജിങ് ഓഫ് ബാറ്ററീസ്, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഇലക്ട്രിക് ട്രാഷൻസ് എക്സെട്ര. അതായത് വളരെ കുറച്ച് മാത്രമുള്ള ആവശ്യങ്ങൾക്ക്, അതായത് ലിമിറ്റഡ് പർപ്പസിനുകൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? DC ഉപയോഗിക്കുന്നത്.
എന്തുപയോഗിക്കുന്നില്ല, അതായത് കൂടുതൽ ആവശ്യങ്ങൾക്ക്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കൂടുതൽ ആവശ്യങ്ങൾക്ക്, വളരെ കൂടുതൽ ആവശ്യങ്ങൾക്ക് നമ്മൾ DC ഉപയോഗിക്കുന്നില്ല. എന്നാൽ നമുക്ക് ആവശ്യമുള്ള വളരെ വളരെ ചെറിയ ചെറിയ പർപ്പസുകളായിട്ടുള്ള ചാർജിങ് ബാറ്ററീസ്, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഇലക്ട്രിക് ട്രാക്ഷൻസ് എന്നിവയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന DC ഉപയോഗിക്കുന്നത്. DC current is used in low power applications. DC current എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ലോ പവർ ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, alternating voltage can be stepped up or stepped down efficiently by means of a transformer. ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ചെയ്യാൻ കഴിയും. നമുക്കറിയാം, നമ്മളൊരു DC ആണ്, നമ്മളൊരു സബ്സ്റ്റേഷനിൽ നിന്നും നമ്മളൊരു DC ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് കരുതുക. ഈ പറഞ്ഞിരിക്കുന്ന ലോഡിലേക്ക് നമ്മൾ DC ആണ് കൊടുക്കുന്നതെന്ന് കരുതുക, ലോങ് ഡിസ്റ്റൻസിലേക്ക് നമ്മൾ കൊടുക്കുകയാണെന്ന് കരുതുക. സ്വാഭാവികമായിട്ട് എന്തൊക്കെ നമ്മൾ നേരിടേണ്ടി വരും? ഇവിടെ ഒരുപാട് ലോസസ് നമ്മൾ നേരിടേണ്ടി വരും. എന്തൊക്കെ ലോസ് നമ്മൾ നേരിടേണ്ടി വരും? കാരണം ഇതിനെ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ കഴിയില്ല DC-യെ. അപ്പൊ ഒരുപാട് ലോസസ് എന്ന് പറയുമ്പോൾ ലൈൻ വഴി കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം I²R ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. I²R ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുവഴി ഊർജ നഷ്ടം സംഭവിക്കും, പവർ ലോസ് ഉണ്ടാകും. അത് മാത്രമല്ല, പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാകും? കണ്ടക്ടറിന്റെ സൈസും നീളവും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം R= നമ്മൾ പഠിച്ചിട്ടുണ്ട് ρ×L/A എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, ഏരിയ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. അപ്പൊ ഏരിയ കൂടിയ കണ്ടക്ടറുകൾ ഉപയോഗിക്കേണ്ടി വരും. ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുവാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യുവാനും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും? ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് കഴിയും. ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് സബ്സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന 11 kV വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് നമുക്ക് 220 kV ആക്കി മാറ്റാനായിട്ട് കഴിയും. ഈ 220 kV വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നമ്മുടെ ആവശ്യപ്രകാരം വീടുകളിലേക്ക് നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കൊണ്ടുവന്ന് 230 വോൾട്ട് ആക്കി ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇതൊരു അഡ്വാൻറ്റേജ് അല്ലേ? അപ്പൊ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് നോക്കാം. ഫ്യൂ ആപ്ലിക്കേഷൻസിന് മാത്രമേ DC ഉപയോഗിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ DC കണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പവർ ആപ്ലിക്കേഷൻസിനാണ്. ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യുവാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യുവാനും കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ എന്താണ് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ, AC motors like induction motors are cheaper and simpler in construction than DC motors. DC മോട്ടോറുകളെ വെച്ച് നോക്കുമ്പോൾ AC മോട്ടോറുകൾ എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പറാണ്, സിംപ്ലർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വളരെ എഫിഷ്യന്റ് ആയിട്ട് കൺസ്ട്രക്ഷൻ പർപ്പസുകളിലേക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. മാത്രമല്ല, സ്വിച്ച് ഗിയർ, എക്സാമ്പിൾ സ്വിച്ചസ്, സർക്യൂട്ട് ബ്രേക്കേഴ്സ് എക്സെട്രാ ഫോർ AC സിസ്റ്റം ഈസ് സിംപ്ലർ ദാൻ DC സിസ്റ്റം. DC സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന മറ്റു ഉപകരണങ്ങളെക്കാൾ ലൈക്ക് സ്വിച്ച് ഗിയർ, അതേപോലെ തന്നെ സർക്യൂട്ട് ബ്രേക്കർ എന്നിവയെല്ലാം AC സിസ്റ്റത്തിൽ വളരെ ചീപ്പായിട്ട് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഉപയോഗിക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് ഈ പറയുന്ന AC-ക്ക് DC-യേക്കാളുള്ള മേന്മകളാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പറയുവാനായിട്ട് കഴിയും. അപ്പൊ നോക്കടാ, എന്തുകൊണ്ടാണ് നമ്മൾ DC ഉപയോഗിക്കാത്തത്? DC ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഊർജ്ജ നഷ്ടം ഉണ്ടാവും. കണ്ടക്ടറിന്റെ സൈസ് നമുക്ക് ഈ പറയേണ്ട രീതിയിൽ കൂട്ടേണ്ടി വരും. അതേപോലെ ലെങ്തിനനുസരിച്ച് റെസിസ്റ്റൻസിന് വേരിയേഷൻ സംഭവിക്കും. ഇതെല്ലാം നമുക്കുണ്ടാവുന്ന ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. സോ ചീപ്പർ പർപ്പസുകൾക്ക് വേണ്ടിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ലോ പവർ ആപ്ലിക്കേഷൻസിന് വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ AC ആണെങ്കിൽ, AC മോട്ടോറുകളാണെങ്കിലും, അതേപോലെ തന്നെ സ്വിച്ചസ് ആണെങ്കിലും, സർക്യൂട്ട് ബ്രേക്കറുകളാണെങ്കിൽ പോലും DC-യേക്കാൾ വളരെ എഫിഷ്യന്റ് ആയിട്ട് കുറഞ്ഞ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഉപയോഗിക്കുവാൻ കഴിയും എന്നുള്ളത് AC-യുടെ വളരെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പറയുവാനായിട്ട് കഴിയും. വളരെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് 2-3 ചോദ്യങ്ങളും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം, നമ്മളിപ്പോ പറഞ്ഞതുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജനറേഷൻ ഓഫ് AC എന്താണ്, ആ പറഞ്ഞിരിക്കുന്ന AC-യുടെ ഇക്വേഷൻ എന്താണ്, അതേപോലെ തന്നെ എന്തിനാണ് സൈൻ വേവ് ഉപയോഗിക്കുന്നത്, അതേപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഓഫ് AC DC-യേക്കാൾ എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ എന്നീ കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ചോദ്യം ഒന്ന് വായിച്ചു നോക്ക്. ആദ്യ ചോദ്യം ഒന്ന് വായിച്ചു നോക്ക്. ഇത് AC system is preferred
ടു DC സിസ്റ്റം ബിക്കോസ് AC സിസ്റ്റം എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. AC വോൾട്ടേജസ് ക്യാൻ ബി ഈസിലി ചേഞ്ചസ് ഇൻ മാഗ്നിറ്റ്യൂഡ്. DC മോട്ടോഴ്സ് ഡു നോട്ട് ഹാവ് എ ഫൈൻ സ്പീഡ് കൺട്രോൾ. ഹൈ വോൾട്ടേജ് AC ട്രാൻസ്മിഷൻ less efficient. AC voltage cannot be used in domestic appliances. എന്തിനാണ് ഈ പറഞ്ഞിരിക്കുന്ന AC സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ചോദ്യം. നോക്കടേ, AC voltage can be easily changes in magnitude. DC motors do not have a fine speed control. High voltage AC transmission is less efficient. AC voltage cannot be used for domestic appliances. എന്തായിരിക്കും AC നമ്മൾ പ്രിഫർ ചെയ്യാനുള്ള കാരണം? AC പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്താണ്? AC വോൾട്ടേജ് ക്യാൻ ബി ഈസിലി ചേഞ്ച്ഡ് ഇൻ മാഗ്നിറ്റ്യൂഡ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യാൻ കഴിയും? ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയും. ACയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈസിലി ചേഞ്ച് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ എന്തിരിക്കുന്നത് AC സിസ്റ്റം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? In AC system we generate sine waveform because dash. AC സിസ്റ്റത്തിൽ നമ്മൾ എന്തിനാണ് ഈ പറയുന്ന സൈൻ വേവ് ഉപയോഗിക്കുന്നത്? ഇത് ഈസിലി ഡ്രോൺ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണോ? ഇറ്റ് പ്രൊഡ്യൂസസ് ലീസ്റ്റ് ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടാണോ? ഇറ്റ് ഈസ് നാച്ചുറൽ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ടാണോ? അതർ വേവ്സ് കനോട്ട് ബി പ്രൊഡ്യൂസർ കൊണ്ടാണ്? ഇതിൽ ഏതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഒന്ന് ആലോചിച്ച് നോക്കടാ. എന്തുകൊണ്ടായിരിക്കും ACയിൽ സൈൻ വേവ് ഉപയോഗിക്കാനുള്ള കാരണം? സൈൻ വേവിന്റെ പോയിന്റുകൾ ഒന്ന് ആലോചിച്ച് നോക്കടാ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈൻ വേവിന്റെ പോയിന്റുകൾ ലീസ്റ്റ് ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോയിന്റുകൾ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. എന്തിനാണ് സൈൻ വേവ് ഉപയോഗിക്കുന്ന കാര്യം? സൈൻ വേവ് എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലീസ്റ്റ് ഡിസ്റ്റർബൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ മാത്രമല്ല സ്മൂത്തസ്റ്റ് ആൻഡ് എഫിഷ്യന്റ് വേവ് ഫോം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് എഴുതാനായിട്ട് കഴിയും, അല്ലെങ്കിൽ പറയാനായിട്ട് കഴിയും. എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്? ഇൻ AC സിസ്റ്റം വി ജനറേറ്റ് സൈൻ വേവ് ബിക്കോസ് എന്താണ് ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്തായിരിക്കും കാരണം? It produces least disturbance in electric circuits. ഇലക്ട്രിക് സർക്യൂട്ട്സിൽ എന്തുണ്ടാക്കുന്നതുകൊണ്ടാണ്? ലീസ്റ്റ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. എഴുതാൻ പറ്റുമോ? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, ഡാഷ് വർക്ക് ഓൺലി ഇൻ DC സപ്ലൈ. DC സപ്ലൈയിൽ വർക്ക് ചെയ്യുന്നത് ആരാണ്? ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ? ഇലക്ട്രിക് ലാമ്പാണോ, റെഫ്രിജറേറ്റർ ആണോ, ഹീറ്റർ ആണോ, ഇലക്ട്രോപ്ലേറ്റിംഗ് ആണോ? ഏതാണ് DCയിൽ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്നത്? നമുക്കറിയാം ഇലക്ട്രിക് ലാമ്പും റെഫ്രിജറേറ്ററും ഹീറ്ററും നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. ഇവന്മാര് 3 പേരും ACയിൽ പ്രവർത്തിക്കുന്നവയാണ്. ഇലക്ട്രിക് ലാമ്പ്, ചില ലാമ്പുകൾ നമ്മൾ DCയിൽ പ്രവർത്തിക്കുമെങ്കിലും കൂടുതൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന DC സപ്ലൈ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രോപ്ലേറ്റിംഗിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് വെച്ചിരിക്കുക, DC സപ്ലൈയിൽ പ്രവർത്തിക്കുന്ന എന്തുമാത്രമാണ്? ഇലക്ട്രോപ്ലേറ്റിംഗ്. എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് അറിയാലോ? ഒരു കാഥോഡ് ഉണ്ടായിരിക്കും, ഒരു ആനോഡ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 2 പ്ലേറ്റുകളെ വെക്കുന്നു. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന അയോണുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മറ്റൊരു ലോഹം അതിൽ കവർ ചെയ്ത് വരുന്ന പ്രോസസ്സാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കൂടുതലായിട്ടും DC സപ്ലൈ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്ക്. ഡാഷ് വിൽ പ്രൊഡ്യൂസ് AC വോൾട്ടേജ്. താഴെ തന്നിരിക്കുന്നവയിൽ AC വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? നോക്കൂ. ഫ്രിക്ഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, തെർമൽ എനർജി, ക്രിസ്റ്റൽ. ഫ്രിക്ഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, തെർമൽ എനർജി, ക്രിസ്റ്റൽ. ഇതിന്റെ ഉത്തരം കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കുക. ക്രിസ്റ്റൽ എന്നാണ് ഉത്തരം എന്താണ്? ക്രിസ്റ്റൽ. എന്താണ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ? ഈ ക്രിസ്റ്റലുകളിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ക്രിസ്റ്റൽ പ്ലേറ്റുകളിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? റെസൊണൻസിന് വിധേയമാവുകയും ഈ പറഞ്ഞിരിക്കുന്നതിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് റെസൊണൻസിന് വിധേയമാവുകയും ഈ പറയുന്ന വോൾട്ടേജ് വേരിയേഷൻ അല്ലെങ്കിൽ AC ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ക്രിസ്റ്റൽ ഉണ്ടാക്കുന്നത്? AC വോൾട്ടേജ് ഉണ്ടാക്കുന്നു എന്ന് പറയാനുണ്ടായ കാരണം. പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന എഫക്റ്റ് വഴിയാണ് ഈ പറയുന്ന AC അവിടെ എന്ത് ചെയ്യുന്നത്? ജനറേറ്റ് ചെയ്യുന്നത്. ഓർത്തു വെച്ചിരിക്കുക. ഡാഷ് വിൽ പ്രൊഡ്യൂസ് AC വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, തെർമൽ എനർജി. ഉത്തരം എന്താണ്? ക്രിസ്റ്റൽ എന്നാണ് ഉത്തരം.
ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? എ കോയിൽ ഈസ് റൊട്ടേറ്റഡ് ഇൻ ദ യൂണിഫോം ഫീൽഡ് ഓഫ് 8-pole generator. In one revolution of the coil is the number of cycles generated by the voltage. ഒന്ന് ആലോചിച്ച് നോക്കണം, ചോദ്യം എന്താണ് നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ? ചോദ്യം ഒരു റൗണ്ട് എല്ലാവരും വായിച്ചേ. എ കോയിൽ ഈസ് റൊട്ടേറ്റഡ് ഇൻ ദ യൂണിഫോം ഫീൽഡ് ഓഫ് 8-pole generator. എത്ര പോളുള്ളത്? 8 പോളുകളുള്ള ഒരു ജനറേറ്ററിൽ ഒരു റെവല്യൂഷൻ ഒരു കോയിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര സൈക്കിൾ എ സി ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ പറഞ്ഞത് 2 പോളിനെ പറ്റിയുള്ള കാര്യമല്ലേ, ഈ പറയുന്ന 2 പോളുകളെ പറ്റിയുള്ള കാര്യമല്ലേ. ഈ 2 പോളുകൾ ഉള്ളപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2 പോളുകൾ ഉള്ളപ്പോൾ ഒരു സൈക്കിൾ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന കോയിൽ റൊട്ടേറ്റ് ചെയ്ത് ഒരു സൈക്കിൾ എ സി ഉണ്ടാകും. ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സൈക്കിളുള്ള എ സി ഉണ്ടായി അല്ലേ? ഇത് 2 പോളുകൾ ഉള്ളപ്പോൾ. അപ്പൊ അടുത്ത 2 പോളുകൾ ഉള്ളപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഉണ്ടാകും. അപ്പൊ എത്രയായി? ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വീണ്ടും എന്തുണ്ടാവും? എ സി ഉണ്ടാവും. അടുത്ത 2 പോൾ അപ്പൊ 4 പോളായി. അടുത്തതിൽ വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എ സി ഉണ്ടാവും. അടുത്തതിൽ വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എ സി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പറ, 2, 4, 6, 8, ഇതിൽ 2 പോൾ, ഇതിൽ 2 പോൾ, ഇതിലും 2 പോൾ, ഇതിലും 2 പോൾ, ഇതിലും 2 പോൾ. അപ്പൊ എത്ര പോളായി? 2, 4, 6, 8 പോളായി. 8 പോളിൽ എത്ര ഈ രീതിയിൽ എ സി ഉണ്ടാവുന്നുണ്ട്? എത്ര സൈക്കിൾ എ സി ഉണ്ടാവുന്നുണ്ട്? ഈ പറഞ്ഞ നമ്പർ ഓഫ് സൈക്കിൾസ് ജനറേറ്റഡ് ബൈ ദ വോൾട്ടേജ് എത്രയാണ്? ഉത്തരം എന്ന് പറഞ്ഞാൽ 1 ആണോ 2 ആണോ 4 ആണോ 8 ആണോ? ഉത്തരം എന്താണ്? 4. ഉത്തരം എന്താണ്? 4 ആണ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 8 പോൾ ഉള്ള ജനറേറ്ററിൽ എത്ര സൈക്കിൾ എ സി ഉണ്ടാവുന്ന വെച്ചാൽ 4 സൈക്കിൾ എ സി ആണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്നത്. എത്ര സൈക്കിൾ ഉണ്ടാവുന്നത്? 4 സൈക്കിൾ എ സി ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. 4 സൈക്കിൾ എ സി ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, 4 സൈക്കിൾ എ സി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മയുണ്ടല്ലോ. ജനറേഷൻ എന്താണ്? ഫാരഡേയുടെ ലോ പറഞ്ഞുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഈ പറയുന്ന എ സി ജനറേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് സൈൻ വേവ് ഉപയോഗിക്കുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഈ പറയുന്ന അഡ്വാൻറ്റേജ് ഓഫ് എ സി നമ്മൾ പറഞ്ഞു. ഈ പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് വീഡിയോ ക്ലാസ് കാണുക. കണ്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന നോട്ടുകൾ എന്ത് ചെയ്യുക? കുറിച്ചെടുക്കുക. ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെപ്പറേറ്റ് തന്നെ എഴുതി പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ വർക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടണം. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.